അതിനു മുമ്പ് കൊച്ചിയിലേക്ക് പോകുമ്പോൾ കാക്കനാട് DLF ഫ്ളാറ്റിലെ താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് ഉടൻ ലഭിക്കും. ഈ കോളൈൻ ബാക്ടീരിയ ആണ് അവിടെ ബാധിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നത് എന്ന് കണ്ടെത്തണം. അത് പ്രധാനപ്പെട്ട നീക്കമാണ്. എന്തായാലും ഇന്നലെ ആരോഗ്യവകുപ്പ് അവിടുന്ന് സാമ്പിൾ ശേഖരിച്ചിരുന്നു. രോഗം എങ്ങനെ പടർന്നു എന്ന പരിശോധനയിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പം ഉണ്ട്. നവമിക്ക് പിന്നിൽ കാണുന്ന ആ ഫ്ളാറ്റ് സമുച്ചയമാണ് ഇത്തരം ഒരു വലിയ വിവാദത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൊച്ചിയിൽ ഇടവയ്ക്കുന്നത്. ഒരുപക്ഷെ ഈ DLF ഫ്ളാറ്റിലുണ്ടായ പ്രശ്നം ഇത് മറ്റു പലയിടങ്ങളിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതെങ്ങനെ പടർന്നു എന്നത് പൊതുജല സ്രോതസ്സുകളിൽ നിന്നാണോ അതല്ല മറ്റേതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നാണോ ഇത് പടർന്നത്? സർക്കാരിൻ്റെയോ അല്ലെ പൊതു രീതിയിലുള്ള ജലവിതരണ കേന്ദ്രങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെയാണോ എന്ന വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യമുണ്ട്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ ഈ കോളൈൻ ബാക്ടീരിയ ഉണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന്, അങ്ങനെയെങ്കിൽ ഇതിന്റെ സ്രോതസ് ഏതാണെന്ന് കണ്ടെത്തണം. ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ്. ഇന്നലെ മാത്രമാണോ സാമ്പിൾ ശേഖരിച്ചത്? ഈ റിപ്പോർട്ട് എപ്പോൾ ലഭിക്കും? എന്താണ് ഇത് സംബന്ധിച്ച് അധികൃതർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം? നവമി. സജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയെ സംബന്ധിച്ച് ഈ കുടിവെള്ളം വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു സംഭവമാണ്. അതിന് പലപ്പോഴും ഈ മുനിസിപ്പാലിറ്റിയിലുള്ള വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന വെള്ളം, ഇതൊക്കെ തന്നെയാണ് കൊച്ചിക്കാര് പലയിടങ്ങളിലും ഈ വെള്ളത്തിനെ തന്നെയാണ്, ഇങ്ങനെയുള്ള സംവിധാനത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്. വീടുകളിലെ കിണറൊക്കെ വളരെ ചുരുക്കമാണ്. പൊതു പൈപ്പുകളെയൊക്കെ ആശ്രയിച്ചാണ് കൊച്ചിക്കാർ ജീവിക്കുന്നത്. നമുക്കറിയാം വേങ്ങൂരിൽ സംഭവിച്ചത്. അവിടെ ഒരു നാടിനെ ആകെ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് അവിടെയും ഈ ജല അതോറിറ്റിയുടെ വലിയൊരു അനാസ്ഥ തന്നെയാണ്. അവിടെ കൃത്യമായി ക്ലോറിനേഷൻ നടത്തിയിട്ടില്ല. ആളുകളിലേക്ക് വെള്ളം എത്തിക്കുമ്പോൾ അത് എത്രമാത്രം പ്യുവറാണ് അല്ലെങ്കിൽ എത്രമാത്രം സുരക്ഷിതമാണെന്ന് ഇപ്പോഴും ആരോഗ്യ വകുപ്പിന് കണക്കില്ല. സമാനമായിട്ടുള്ള രീതിയിലെ സംഭവമാണ് DLFിലും. ഇവിടെ വെള്ളം എത്തിക്കുന്നുണ്ട്, പക്ഷെ ഇവിടത്തെ ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ കൂടിയും അത് എത്രമാത്രം ശുദ്ധമാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവം നടന്ന് അതായത് ഈ 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഏകദേശം 400-ലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നിട്ട് പോലും ആരോഗ്യവകുപ്പ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് ആരോഗ്യവകുപ്പ് ഇവിടെ എത്തുകയും ഇവിടുത്തെ ഇവർ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് എത്താൻ അല്പം കൂടി വൈകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആദ്യം ഈ ഫ്ളാറ്റിലുള്ളവർ ആരോഗ്യമന്ത്രിയെ വിവരം അറിയിക്കുന്നു, ആരോഗ്യമന്ത്രി DMOയെ വിവരം അറിയിക്കുന്നു. ഈ DMO ഓഫീസിൽ നിന്നും ആരോഗ്യ വകുപ്പിനെ ഇവിടെയുള്ള ആളുകളെ അറിയിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് കഴിഞ്ഞ 2 ദിവസം അവധി ദിവസമായതിനാൽ ഞങ്ങൾക്ക് വന്ന് സാമ്പിൾ എടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് വന്ന് സാമ്പിൾ എടുത്തത്. അത് ആരോഗ്യമന്ത്രി അടക്കം മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോലും ആരോഗ്യവകുപ്പ് കടന്നത്. മറ്റൊരു കാര്യം, ഈ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വലിയൊരു അലംഭാവം ഉണ്ടായി. അതും ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ഇതിൽ മെയ് മാസത്തിൽ തുടക്കത്തിൽ തന്നെ ഈ ഫ്ളാറ്റിലെ താമസക്കാരിൽ ഒരാൾക്ക് ഇത്തരത്തിൽ ഛർദിലും വയറിളക്കവും പിടിപെട്ടിരുന്നു. ഇയാൾ സ്വന്തം നിലയ്ക്ക് തന്നെ ഇവിടുത്തെ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ ഈ കോളൈൻ ബാക്ടീരിയ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇയാളിത് കൃത്യമായി അസോസിയേഷനെ അറിയിച്ചു. പക്ഷേ അസോസിയേഷൻ ആയിക്കോട്ടെ ഇതിൽ യാതൊരുവിധ മുന്നറിയിപ്പ് മറ്റ് ഫ്ളാറ്റ് ഉടമകൾക്കൊന്നും നൽകാനായി തയ്യാറായില്ല. അതുകൊണ്ട് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച തന്നെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഈ വിവരം അറിഞ്ഞതേയില്ല. മാധ്യമപ്രവർത്തകർ വിളിച്ച് പറയുമ്പോഴാണ് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഈ കൌൺസിലർ അടക്കം അറിയുന്നത്. പിന്നീട് ഇന്നലെ ഉമാ തോമസ് MLA ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാലും 400-ലധികം ആളുകൾ ഇവിടെ ഈ ചികിത്സയിലുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ 25 കുട്ടികളടക്കം ആശുപത്രികളിലും വീടുകളിലുമൊക്കെ ചികിത്സയിലാണ്. ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തി ഓരോ ഉടമകളെയും ഓരോ ഫ്ളാറ്റിൽ താമസിക്കുന്നവരെയും പ്രത്യേകം കണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഒപ്പം പരിശോധനയും ഒക്കെ നടത്തി വരുന്നുണ്ട്. നമുക്കിവിടുത്തെ ഒരു താമസക്കാരനും ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ തന്നെ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വിഷയം ഉന്നയിച്ചത് ഇതിൽ കൃത്യമായി ഈ കോളൈൻ ബാക്ടീരിയ ആണെന്ന് ഇതിൽ തന്നെ ഒരു താമസക്കാരൻ കണ്ടെത്തിയിരുന്നു. അത് അസോസിയേഷനെ അറിയിച്ചിട്ട് പോലും കൃത്യമായൊരു നടപടി സ്വീകരിച്ചില്ല എന്ന്. താമസക്കാരൻ അത് നമ്മുടെ ഇവിടെ എല്ലാ വെള്ളവും ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്ത ഒരു റിപ്പോർട്ട് ഡിലേ ആയി എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ട് സൊസൈറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിലെ അഡ്മിനിസ്ട്രേഷന്റെ ആൾക്കാരാണ് അതിന് ഉത്തരവാദി. അതല്ല ലാബിൽ നിന്നാണ് ഡിലേ വന്നതെങ്കിൽ അവരാണ് ഉത്തരവാദി. കാരണം
ഈ റിപ്പോർട്ടിന് വെള്ളം എടുത്തേക്കുന്നത് 25-ാം തീയതിയാണ്. വെള്ളം പരിശോധിച്ച് തീർന്നേക്കുന്നത് 28-ാം തീയതിയും റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത് 29. അത് ആ റിപ്പോർട്ടിൽ ക്ലിയർലി എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ ഉള്ളവർ പറയുന്നത് ലാബിൽ നിന്ന് അവർക്ക് കിട്ടാൻ ഡിലേ ആയി, 10 ദിവസത്തെ ഡിലേ ഉണ്ട്, 8 ദിവസത്തെ ഡിലേ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സോ ഐദർ ലാബ് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ, ഇതിൽ ആരാണ് കൾപ്രിറ്റ് എന്നുള്ളത് അത് കണ്ടുപിടിച്ച് അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ അറിഞ്ഞ ഉടനെ തന്നെ ഒരു 5-ാം തീയതി 6-ാം തീയതി അറിഞ്ഞ ഉടനെ തന്നെ ഇത് വെള്ളം സ്റ്റോപ്പ് ചെയ്യാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും സൊസൈറ്റി ചെയ്യണമായിരുന്നു. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അത് സ്ലോ ആയിരുന്നു. ഇവര് ഒരു 12-ാം തീയതി പോലും നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നു, വെള്ളം ബോയിൽ ചെയ്ത് യൂസ് ചെയ്യണം. പക്ഷേ എന്റെ കുട്ടികൾക്ക് അസുഖം വന്നത് 2-നോ 3-നോ മറ്റോമാണ്. അന്നേ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ സൊസൈറ്റിന്റെ മാനേജറോട് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ. എന്റെ ടവറിൽ ടെസ്റ്റ് ചെയ്തു. നമ്മൾ 15 ടവറുണ്ട്, ഞാൻ ബിയിലാണ്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ റിപ്പോർട്ടിൽ എന്റെ ടവറിലെ വെള്ളത്തിന് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പറയുന്നത് നമ്മുടെ റെയിൻ വാട്ടർ സമ്പിലെ വെള്ളമാണ് ഈക്കോളെ കണ്ടു എന്നുള്ളത്. അത് ഡയറക്ട്ലി ഓവർഹെഡ് ടാങ്കിലേക്ക് പോകുന്നില്ല. ആ വെള്ളം ഒരു 3 ലെവൽ ഫിൽട്രേഷൻ കഴിഞ്ഞാണ് ഓവർഹെഡ് ടാങ്കിലേക്ക് പോകുന്നത്. ബട്ട് ആ ഫിൽട്രേഷനിൽ ഈക്കോളയോ അല്ലെങ്കിൽ കോളിഫോം പോകണമെന്നില്ല. അവിടെയാണ് പ്രോബ്ലം. നമുക്ക് ഒരു RO ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി ഡെഫിനറ്റ്ലി കുറഞ്ഞേനെ. പിന്നെ RO ആകുമ്പോൾ ഇൻഡസ്ട്രി ലെവൽ RO ആണെങ്കിൽ, നമ്മൾ ഇത്രയും വലിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇൻഡസ്ട്രി ലെവൽ RO വേണം. ആ ROയിൽ ഇൻഡസ്ട്രി ലെവൽ UV ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈക്കോളെ ഒരു 90% 95% കുറയും. പിന്നീട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ സേഫാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യണത്, ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മൾ സൊസൈറ്റി മൊത്തം ടാങ്കർ വാട്ടറിലേക്ക് മാറി. നമ്മുടെ എല്ലാ വാട്ടർ സോഴ്സസും സ്റ്റോപ്പ് ചെയ്തു. ഗവൺമെന്റിന്റെ നിർദ്ദേശം കിട്ടുന്നവരെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. രണ്ടാമത് ഫുൾ ടാങ്കർ വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ക്വാളിറ്റി വാട്ടർ എന്ന് മറ്റാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. ഓൺ ആവറേജ് ഇന്നലെ മാത്രം ഏതാണ്ട് 5 ലക്ഷം ലിറ്ററിന് അടുത്ത് വെള്ളം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആവറേജ് കൺസപ്ഷൻ 4.75 to 5 lakh ലിറ്റേഴ്സ് പെർ ഡേ ആണ്. നമുക്ക് KWA നിന്ന് വരുന്ന വെള്ളം ലെസ് ദാൻ 25,000 ലിറ്റേഴ്സാണ്. അതും എല്ലാ ദിവസവും കിട്ടത്തുമില്ല. നമുക്ക് നമ്മുടെ ബോർവെല്ലുണ്ട്. നമുക്ക് വാട്ടർ സെൽഫ് സഫീഷ്യന്റ് ആണ്. ക്വാളിറ്റി ഓഫ് വാട്ടറാണ് നമ്മുടെ ഇഷ്യൂ. നമുക്ക് ബോർവെല്ലുണ്ട്. ചില ബോറിൽ 2000 വരെയാണ് TDS. ദറ്റ് ഇസ് നോട്ട് ഡ്രിങ്കബിൾ. അപ്പം നമുക്ക് ആ വെള്ളത്തിന്റെ TDS കുറയ്ക്കാനാണ് നമ്മൾ ടാങ്കർ വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ബോറുണ്ട്, കിണറുണ്ട്, KWAയുടെ വെള്ളമുണ്ട്. ഇതിന്റെ എല്ലാം മിക്സ് ആണ് ഇതിന് മുന്നേ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലാസ്റ്റ് ഒരു 8 months ആയിട്ടാണ് നമ്മൾ ടാങ്കർ വാട്ടർ റിലൈ ചെയ്ത് തുടങ്ങിയത്. ബട്ട് ഈ ഒരു ഔട്ട് ബ്രേക്കിന്റെ എക്സാക്ട് റീസൺ ഏത് സോഴ്സ് ആണെന്നുള്ളത് നമ്മൾ എല്ലാ വെള്ളവും ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനു മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അസോസിയേഷന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഒന്നും ഇവിടെ വന്ന് നടത്തിയിട്ടുണ്ട്? നമ്മൾ വെള്ളം അസോസിയേഷന്റെ ആൾക്കാർ ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ 7 വർഷം, ഞാനിവിടെ 7 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. ഇത്രയും നാളും നമ്മൾ വെള്ളം ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും വലിയൊരു ഔട്ട് ബ്രേക്ക് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. സോ വി ഡോണ്ട് നോ ഹൂ ദ കൾപ്രിറ്റ് ഇസ്. ടാങ്കർ വാട്ടർ ആണോ, നമ്മുടെ ബോർവെല്ലാണോ, അല്ല നമ്മുടെ ടാങ്കിലുള്ള വെള്ളമാണോ, നമ്മുടെ കിണറാണോ, ഒന്നും അറിയത്തില്ല. അത് എല്ലാ റിപ്പോർട്ടും വന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം തരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഏകദേശം എത്രത്തോളം പേരാണ് ആശുപത്രിയിലുള്ളതെന്ന് അറിയാം? ഇന്നലെ മാത്രം ഒരു 4 പേര് കുട്ടികളടക്കം അഡ്മിറ്റ് ആയിട്ട്. ഇപ്പൊ ഇന്ന് ഞാൻ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു, ഇന്നലെ പോയ. അപ്പൊ അവൻ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. അവൻ ഇപ്പോഴും വയ്യാതിരിക്കുക. അവൻ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. പിന്നെ എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്നലെ അവിടെ ക്യാമ്പിനിടയ്ക്ക് തലകറങ്ങി വീണ്. പുള്ളി നമ്മൾ IV കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത്. ഹീസ് ഓക്കെ നൗ. ഹോസ്പിറ്റലിൽ EMC ഹോസ്പിറ്റലിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുണ്ട്, ആസ്റ്ററിലുണ്ട്, റെനയിലുണ്ട്. എന്റെ കുട്ടികളടക്കം വയ്യാണ്ടിരിക്കുമായിരുന്നു. എന്റെ കുട്ടികൾ ലാസ്റ്റ് ഒരാഴ്ച മൊത്തം സ്കൂളിൽ പോയിട്ടില്ല. അവർക്ക് വയ്യാണ്ട് അവർക്ക് നമ്മൾ റെനയിൽ ഒരു 4 ദിവസം കയറി ഇറങ്ങേണ്ടി വന്നു. ബ്ലഡ് ടെസ്റ്റും സ്കാനും ഒക്കെ ചെയ്യേണ്ടി വന്നു. ഇപ്പം ഇന്നലെയാണ് അവരൊന്ന് ബെറ്ററായി ഇപ്പം സ്കൂളിൽ പോയിട്ടുണ്ട്. എന്തായാലും ശ്രദ്ധിക്കുക, കുട്ടികളുടെ ആരോഗ്യവും നിങ്ങളുടെ ആരോഗ്യവും ഒക്കെ ശ്രദ്ധിക്കുക. സജിത്ത്, അതാണ് ഇവർ പറയുന്നത്. ഈ താമസക്കാരൊക്കെ വലിയ രീതിയിൽ ആശങ്കയിലാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് പുറത്തുനിന്ന് ടാങ്കറിൽ നിന്നുള്ള വെള്ളമാണ് എത്തിക്കുന്നത്. എങ്കിൽ കൂടിയും അത് ഇവരുടെ ഇപ്പോൾ ഉള്ള അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇത് കൂടുകയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ വെള്ളം ആവശ്യം വേണ്ടിവരും. പക്ഷെ അതൊന്നും സപ്ലൈ ചെയ്യാൻ ഇതുവരേക്കും ഇനി കഴിയുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ വെള്ളം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു രോഗം പിടിപെടാൻ കാരണം? ഇങ്ങനെ വ്യാപകമായി എല്ലാവരും വയ്യാതാകുന്ന അവസ്ഥ എന്താണെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്നത് മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള വെള്ളമായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്ന്. നമുക്കറിയാം, കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വെള്ളക്കെട്ട് ഒരു വലിയ പ്രശ്നമാണ്. ഒരു നവമി, അത് തന്നെയാണ്. അതായത് ഈ നവമി നിൽക്കുന്ന ഈ ഇൻഫോ പാർക്ക് ഏരിയയിലൊക്കെ മേഘവിസ്ഫോടനം ഉണ്ടായി എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്ന ഇടമാണ്. വലിയ വെള്ളക്കെട്ട് നമ്മൾ മുമ്പ് കാഴ്ചകൾ കണ്ടതാണ്. ഇൻഫോ പാർക്കിനകത്തെ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും
അപ്പോൾ നമ്മുടെ ഈ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഇത്തരം വെള്ളപ്പൊക്ക മൂലം കലർന്നു വന്ന വെള്ളം കലർന്ന് അത്തരം പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത ഒരുപക്ഷെ അത് DLF ഫ്ലാറ്റിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിലും ഇത്തരം ആശങ്കകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ അതുകൂടി കടന്നു വരുന്നുണ്ടോ? പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മലിനജലം വന്ന് കലർന്ന് അത് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇടവെക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ പ്രതിസന്ധിയുടെ സാധ്യത മുന്നിൽ കാണാൻ കഴിയുന്നുണ്ടോ നവമി? സജിത്ത്, ഈ DLF ഫ്ലാറ്റ് നിൽക്കുന്നത് ഇതൊരു തോടായിരുന്നു. ഈ പ്രദേശം മുഴുവനും തോടായിരുന്നു. ഈ തോട് നികത്തി ആണ്, ഒരു ചതിപ്പ് നികത്തിയാണ് ഈ DLF ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അല്പം താഴ്ന്ന പ്രദേശമാണ്, പക്ഷെ മണ്ണിട്ട് പൊക്കി അതിന് മുകളിലാണ് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ താഴെ കാണുന്ന ഈ റോഡുണ്ട്, ഇത് ദർശന നഗർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആ റോഡാണ്. ഈ റോഡ് സാമാന്യം താഴ്ന്ന നിലയിലാണ്. ഇന്നലെ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ ഈ ദർശന നഗറിൽ നിന്നുള്ള ഒരു കൂട്ടം അന്തേവാസികൾ ഇവിടെ എത്തുകയും അവരൊരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഈ ഫ്ളാറ്റ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇവർ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതൊരു ചതുപ്പ് നിലമാണ്, ഇവിടെ വെള്ളം കെട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒഴുകി പോകാൻ ഒരു ഇടമില്ല. നിങ്ങളിങ്ങനെ ഫ്ളാറ്റ് കെട്ടിയാൽ ഈ താഴ്ന്ന പ്രദേശത്തുള്ളവരുടെ വീടുകളിൽ വെള്ളം കയറും. അതോടൊപ്പം ഇത് താഴ്ന്നു പോകാൻ ഇടമില്ലാത്തതിനാൽ നിങ്ങളുടെ ഫ്ളാറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കിണറുകളിലേക്കോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലേക്കോ ഒക്കെ വെള്ളം പോകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഈ ഫ്ളാറ്റ് പണിയുന്ന സമയത്ത് ഇവർക്ക് നൽകിയിരുന്നു എന്നാണ് ഈ ദർശന നഗറിലുള്ളവർ ഇന്നലെ എത്തി ഇവിടെ പറഞ്ഞത്. അവർ പിന്നീട് അത് ഉമാ തോമസ് MLA-യോടും ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. MLA എന്തായാലും ഈ വിഷയം കാര്യമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. MLA ഇതിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ വർഷങ്ങളായിട്ടുള്ള ഫ്ളാറ്റാണ്, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ 6, 7, 8 വർഷമായി ഇവിടെ താമസിക്കുന്നവരുണ്ട്, അന്നൊന്നും ഇല്ലാകാത്ത പ്രശ്നം പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് അവർ വിശദമായി പഠിക്കുന്നുണ്ട്. ഇത് ആരോഗ്യ വകുപ്പിനെ അടക്കം അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വെള്ളം കെട്ടുന്ന സമയത്ത് ഇവിടെ വെള്ളം താഴ്ന്നേക്ക് പോകാതെ അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാൻ ഇടവരാതെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം, കിണറിലൊക്കെ ഈ മഴവെള്ളം അല്ലെങ്കിൽ ഇത്തരത്തിൽ അഴുക്ക വെള്ളം കെട്ടിക്കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നും കൂടി ആരോഗ്യ വകുപ്പ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതുവരേക്കും നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഒരു പ്രവർത്തനം അത് ഏത് നിലയിലൊക്കെ പോകുന്നു എന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ട് പോലും അവരിവിടെ വന്ന് വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തത് വളരെ വൈകിയാണ്. എങ്കിൽ പോലും അവരുടെ ന്യായീകരണം, ഇനി റിപ്പോർട്ട് വന്നാൽ പോലും അവരുടെ ഭാഗത്തെ ന്യായീകരിച്ചുള്ള ഒരു വിശദീകരണമായിരിക്കും ഇനി വരാനും പോകുന്നത്. അതാണ് നവമി സൂചിപ്പിച്ചതാണ് സാഹചര്യം. എങ്ങനെയാണ് ഈ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മാലിന്യം കലർന്നത്, മലിനജലം ഉണ്ടായത് എന്ന പരിശോധനയാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് വേഗത്തിൽ